ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, വളരെ ഫ്ലേവർഫുള്ളാണ്, നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു ഫുഡാണ് ഈ ലെമൺ റൈസ്. യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ഈ ലെമൺ റൈസ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഇനി ഒന്ന് കണ്ടു നോക്കാം. 3 കപ്പ് റൈസ് അളന്നെടുക്കാം. പച്ചരിയാണ്. ഈ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരി ഈ കുക്കറിൻ്റെ അകത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മൂന്ന് നാരങ്ങയാണ് ഞാൻ ഈ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഈ ലെമൺ റൈസിന് വേണ്ട തട്ട ഉണ്ടാക്കി എടുക്കാം. അതിലൂടെ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചനാഡാൽ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ. ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്നോടം വരെ നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം. കുറച്ച് പീനട്സും കൂടി ഇട്ട് കൊടുക്കുക. 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂക്കണം. എന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വാർത്തെടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇടാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ റൈസ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേണ്ട നമ്മുടെ ഇന്നത്തെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേണ്ട ഇന്നത്തെ നമ്മുടെ സ്വാദിഷ്ടമായ ലെമൺ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ട്രൈ ചെയ്യാം. സിസിൽസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.